സംസാരിക്കേണ്ട കാലഘട്ടത്തിൽ സംസാരിക്കാനാവാത്ത നിലയിൽ ആ കുഞ്ഞ് വളരുന്നു എന്നത് ഇന്നത്തെ ഏറ്റവും ദൗർഭാഗ്യകരമായ ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. കാരണം നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെ കരയുമ്പോൾ അല്ലെങ്കിൽ അവരൊരു പ്രശ്നമുണ്ടാക്കുമ്പോൾ മാതാപിതാക്കൾ അവരുടെ കയ്യിലേക്ക് ആദ്യമേ എടുത്തു കൊടുക്കുന്നത് അമ്മ അല്ലെങ്കിൽ അപ്പൻ ഉപയോഗിക്കുന്ന മൊബൈലാണ്. ജനിച്ചതിന് ശേഷം നമുക്കറിയാം 6 മാസം 7 മാസം 1 വയസ്സും ഒക്കെ ഉള്ള കുഞ്ഞുങ്ങളുടെ മൊബൈൽ ഇരുന്നുകൊണ്ട് അവർ കളിക്കുന്നതായിട്ട് നമ്മൾ കാണാം. ആ കുഞ്ഞുങ്ങളുടെ വഴക്കിനെ നിയന്ത്രിക്കുവാനായിട്ട് മാതാപിതാക്കൾ ഏറ്റവും എളുപ്പത്തിൽ കണ്ടെത്തുന്ന ഒരു മാർഗമാണ് തങ്ങളുടെ ഈ കയ്യിലിരിക്കുന്ന മൊബൈൽ ഈ കുഞ്ഞിന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് ആ പ്രശ്നം അവിടെ തീർക്കുക എന്നുള്ളത്. പ്രിയമുള്ളവരെ, ഇതിലൂടെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഊമത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഊമരായ മനുഷ്യരുടെ എണ്ണം, കുഞ്ഞുങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റേഴ്സ് നമ്മുടെ സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വളരെയേറെ തെറാപ്പികളിലൂടെ ഈ കുഞ്ഞുങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ അവരുടെ ആ സംസാര ശേഷി വീണ്ടെടുക്കുവാനായിട്ട് ഇങ്ങനെയുള്ള സെന്ററുകളുടെ സഹായത്തോടു കൂടി നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ അങ്ങോട്ട് വിടുന്നത്. എന്തുകൊണ്ടാണ്? ഡിജിറ്റൽ അഡിക്ഷൻ മൂലം കുഞ്ഞുങ്ങളിലെ ഈ ഊമത വർദ്ധിക്കുകയാണ്. പ്രിയമുള്ളവരെ, അപ്പോൾ ഇന്ന് ഈ കാലഘട്ടത്തിലെ ഈ സുവിശേഷത്തിന്റെ പ്രസക്തി കൂടുകയാണ്. ഈശോ ഈ ഊമനായ മനുഷ്യനെ സുഖപ്പെടുത്തുന്ന പോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ സമൂഹത്തിലുള്ളവരെ, കുഞ്ഞുങ്ങളെ മാത്രമല്ല കൗമാരക്കാരെയും യൗവനക്കാരെയും മധ്യവയസ്കരെയും ഒക്കെ ഇന്ന് അധികമായിട്ട് രസിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഡിജിറ്റൽ അഡിക്ഷൻ, അതിലൂടെ നമ്മുടെ സമൂഹത്തിൽ കടന്നുകൊണ്ടിരിക്കുന്ന ഈ ഊമത, അതിനെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹവും കൃപയും നമുക്ക് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ധാരാളമായിട്ട് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഈ ഓപ്പറേഷൻ തൂഫാനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാര് മനുഷ്യരെ ചോദിച്ചു തുടങ്ങി, എങ്ങനെയാണ് ഈ ഡിജിറ്റൽ അഡിക്ഷൻ എന്ന് മാറ്റുവാനായിട്ട് എന്തെങ്കിലും ഗവൺമെന്റ് ഭാഗത്തുള്ള കർമ്മ പദ്ധതി ആവിഷ്കരിക്കുവാനായിട്ട് സാധിക്കുമായിരുന്നു. കാരണം അത്രമാത്രം ഡിജിറ്റൽ അഡിക്ഷൻ നമ്മുടെ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫലമായിട്ട് നമ്മുടെ സമൂഹങ്ങളിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ, ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ അതിജീവിക്കുവാനായിട്ട് ഒരു ഓപ്പറേഷൻ തൂഫാൻ പോലെയുള്ള ഒരു കർമ്മ പദ്ധതി നമ്മുടെ ഗവൺമെന്റ് ആവിഷ്കരിക്കണമെന്ന് പലരും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതിന്റെ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. 16 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുവാനുള്ള വിലക്കുകൾ ഏർപ്പെടുത്തി. എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഇതുവരെ ആയിട്ടില്ല? പ്രിയമുള്ളവരെ, നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ കൗമാരക്കാരെ, യൗവനക്കാരെ ഒക്കെ ആവശ്യിക്കുന്ന ഈ ഡിജിറ്റൽ അഡിക്ഷനിൽ നിന്ന് മോചിക്കുവാനായിട്ട് തീർച്ചയായിട്ടും കർത്താവിന്റെ കൃപ ഇടപെടലുണ്ടെങ്കിൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അതിന് സാധിക്കണമെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ, വീട്ടിലായിരിക്കുന്ന മാതാപിതാക്കൾ അവർക്ക് മാർഗദർശിയായിട്ട് തീരണം. അവരുടെ ഉപയോഗത്തിന്, അവരുപയോഗിക്കുന്ന മൊബൈലില് അത് എത്ര അപ്രകാരമാണ് ഉപയോഗിക്കുന്നത്, കുഞ്ഞുങ്ങൾക്ക് ആ അഡിക്ഷൻ ഉണ്ടാകുന്ന രീതിയിൽ, അവർക്ക് പ്രലോഭനം ഉണ്ടാകുന്ന രീതിയിലാണോ ഞാൻ എന്റെ മൊബൈൽ ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുക. സാമൂഹ്യ മാധ്യമങ്ങളുടെ അമിതമായ ഉപയോഗം, അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ മധ്യവയസ്കരൊക്കെ ഇന്ന് റീൽസുകൾ കാണുന്നുണ്ട്. റീൽസ് 30 സെക്കൻഡ്സ് ഉള്ള റീൽസുകൾ കണ്ടിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ ചിന്തിക്കുകയാണ് എല്ലാവരുടെയും ജീവിതം എത്രമാത്രം സന്തോഷത്തോടു കൂടിയാണ്, വളരെ മേക്കപ്പ് ഒക്കെ ഇട്ട് വളരെ സുന്ദരമായിട്ട് ഓരോ നൃത്തങ്ങളോ ആവിഷ്കരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ 30 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന ഓരോ പരിപാടിയുമായിട്ട് ഓരോ മനുഷ്യരും നമ്മുടെ മുമ്പിൽ എത്തുമ്പോൾ നമ്മൾ അതിങ്ങനെ മാറി മാറി കൈകൊണ്ട് തോണ്ടി നമ്മൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് എല്ലാ മനുഷ്യരുടെയും ജീവിതം എത്രമാത്രം സന്തോഷവും സൗഭാഗ്യവും നിറഞ്ഞതാണ്. നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്. ദുഃഖവും പ്രശ്നവും പ്രയാസങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു ജീവിതമാണ് അവരുടെ ജീവിതം. പക്ഷെ എന്റെ ജീവിതം അങ്ങനെയല്ല, എന്റെ ജീവിതം എത്രയോ ദുഃഖമയമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ തന്നെ ഒരു വിധത്തിലുള്ള ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് മധ്യവയസ്കരിലെ ഈ ഊമത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരുടെ ജീവിതങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ട്, റീൽസിലൂടെ കണ്ടിട്ട് എന്റെ ജീവിതം എത്ര ദൗർഭാഗ്യമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അപകർഷതാബോധത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ നമ്മൾ കാണുക. പ്രിയമുള്ളവരെ, ഇതൊക്കെയാണ് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. നമ്മുടെ കുഞ്ഞുങ്ങളില്, നമ്മുടെ കൗമാരക്കാരിലെ, യൗവനക്കാരിലെ, നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തില്, നമ്മുടെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ വളരെ ദാരുണമായ ഈ അവസ്ഥയെ മാറ്റുവാനായിട്ട് കർത്താവിന്റെ ഇടപെടൽ നമുക്ക് ആവശ്യമാണ്. അതിനുവേണ്ടി നമുക്ക് കർത്താവിന്റെ സൗഖ്യദായകമായ ആ കരങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലിൽ വീശിക്കൊണ്ട്, നീട്ടിക്കൊണ്ട് അതിന്
അവർക്ക് മാർഗദർശിയാകുന്ന രീതിയിൽ നമ്മുടെ മാതാപിതാക്കൾ ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിൻ്റെ അനുഗ്രഹം ഈശോ നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യേണ്ടി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ